ഈശോയ്ക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, 2026 ഒരു ഫുട്ബോളിന്റെ വേൾഡ് കപ്പിന്റെ കാലഘട്ടമാണ്. റോഡുകൾ മുഴുവൻ ഫ്ലെക്സുകളും ഇഷ്ടപ്പെട്ട താരങ്ങളെ കുറിച്ചുള്ള മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ദൂരത്ത് എവിടെയുള്ള മെസ്സി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മെസ്സി അങ്കിളൊക്കെയാണ്. ബ്രസീലിന്റെ ഇതിഹാസമായിട്ടുള്ള നെയ്മർ നമ്മുടെ യുവതിയുവാക്കൾക്ക് പോലും ഒരു നെയ്മർ ചേട്ടനൊക്കെയാണ്. ഇതുപോലെ ഓരോ കളിക്കാരും രാജ്യവും കേരളത്തിന്റെ കൊച്ചു മണ്ണിൽ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കേറെ പ്രിയപ്പെട്ട ലിയോ മറപ്പാപ്പ പറയുന്ന മനോഹരമായൊരു വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഫുട്ബോൾ ഓരോ ക്രൈസ്തവനെയും വ്യക്തമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിച്ചാൽ തോറ്റുപോകുന്ന കളിയുടെ പേരാണ് ഫുട്ബോൾ. കൂട്ടായ്മയിൽ കളിച്ചാലോ അത് ചരിത്രമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയും നല്ലൊരു ദിവസവും ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയാണ്. എനിക്കറിയുന്നൊരു വികാരി അച്ഛൻ മലയോര മേഖലയിൽ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ദേവാലയം. അങ്ങനെ വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി ഒരു ഞായറാഴ്ച പള്ളി വെഞ്ചിരിപ്പൊക്കെ നടക്കുകയാണ്. ദൈവജനത്തിന്റെ കൂടെ അവരിൽ ഒരുവനായി ഈ അച്ഛൻ പണിയെടുത്തു. ദൈവജനത്തിന്റെ കൂടെ ഈ ദേവാലയത്തിന് നിർമ്മിതിക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെയും ചരിത്രങ്ങൾ എല്ലാവരും മാറി മാറി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വെഞ്ചിരിപ്പും കഴിഞ്ഞ് പിറ്റേ ദിവസം കണക്കവതരണമാണ്. ഒരു പക്ഷം അച്ഛനെ ക്രൂശിലേറ്റുമ്പോൾ മറുപക്ഷം അച്ഛന് വേണ്ടി കൈയടിക്കുകയാണ്. അങ്ങനെ ശബ്ദങ്ങൾക്കും നിശബ്ദതകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് ഈ അച്ഛൻ ദൈവജനത്തോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ വിയർപ്പുകൾ എന്റെ ശരീരത്തിലും എന്റെ വസ്ത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ദൈവജനമെല്ലാം ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അച്ഛൻ പറഞ്ഞൊരു വാക്ക് പ്രകാരമായിരുന്നു: ഞാൻ എന്താണോ എന്നുള്ളത് എന്റെ ജീവിതം നിങ്ങൾ കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ അച്ഛന്റെ യാത്രായത്തിൽ ഈ ദൈവജനമെല്ലാം ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതുപോലൊരു ജീവിതാനുഭവത്തിലൂടെയാണ് ഈശോയും ശിഷ്യന്മാരും കടന്നു പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പറയുന്നത് മുഴുവൻ ദിവ്യകാരുണ്യത്തെ കുറിച്ചാണ്. ഞാൻ ജീവന്റെ അപ്പമാണെന്ന് ഈശോ പറയുന്നുണ്ട്. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുമെന്ന് പോലും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാര് ചോദിക്കുകയാണ്: ഈ വചനം കഠിനമാണല്ലോ, ഞങ്ങൾക്ക് പലർക്കും അത് മനസ്സിലാകുന്നില്ല. ഇതന്നും ഇന്നുമുള്ളൊരു ചോദ്യമാണ്. ദൈവത്തിന്റെ വചനം കഠിനമായി പോകുന്ന ഒരു കാലഘട്ടം. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാനിടയായി. അവൻ വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തുള്ള രാജ്യത്ത് ജോലിക്ക് വേണ്ടി പോയതാണ്. അങ്ങനെ ജോലി എല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം അവൻ അമ്മയെ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവൻ അമ്മയോട് പറഞ്ഞു: അമ്മേ, എനിക്ക് ദൈവം ഒരിക്കലും സൗഭാഗ്യങ്ങൾ തരാറില്ല. ഞാൻ ഏത് ജോലിക്ക് പോയാലും എനിക്ക് രക്ഷപ്പെടുന്നില്ല. പഠിച്ച മേഖല എനിക്കൊന്ന് ശോഭിക്കാൻ പോലും പറ്റിയില്ല. എന്തുകൊണ്ടാണ് ദൈവം എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത്? ഈ ചെറുപ്പക്കാരന്റെ ദൈവത്തിന്റെ വചനം കഠിനമാണ്. വിവാഹം നടക്കാതെ വരുന്ന യുവതി യുവാക്കൾ പലപ്പോഴും പറയാറുണ്ടല്ലോ: എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, കാരണം അവർക്ക് ദൈവത്തിന്റെ വചനം കഠിനമാണ്. വർഷങ്ങളായി കാത്തിരുന്നിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികളൊക്കെ പലപ്പോഴും പ്രാർത്ഥനകളും നവേന കേന്ദ്രങ്ങളും കയറിയിറങ്ങി ഒടുവിൽ നിശബ്ദരായി നമ്മളോടൊക്കെ പറയാറില്ലേ: ദൈവമില്ല, കാരണം അവർക്ക് ദൈവത്തിന്റെ വചനം കഠിനമാണ്. പരീക്ഷയ്ക്ക് പഠിക്കാൻ കഴിവുണ്ടായിട്ടും തോറ്റുപോകുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. ഈ കുട്ടികൾ പറയാറുണ്ട്: ദൈവത്തിന് എന്തോ എന്നെ ഇഷ്ടമല്ല. ഈ കുഞ്ഞിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ചെയ്തികളും കഠിനമാണ്. എന്നാൽ ഇതുപോലെ തന്നെ ജീവിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. കോളേജുകളിൽ പഠിപ്പിക്കുന്നവർക്ക് വേണ്ട യോഗ്യതയുടെ പേരാണ് നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. 5-6 പ്രാവശ്യം എഴുതിയൊരു പെൺകുട്ടിയെ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടു. എന്നോട് പറയുന്ന: ഞാൻ 5 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് സങ്കടമില്ല, കാരണം ഈശോ എന്നെ കൈവിടില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്.
ഈ കുട്ടിക്ക് ദൈവത്തിന്റെ വചനം ലളിതമാണ്. ദൈവത്തിന്റെ വചനം എപ്പോഴും ലളിതമാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. നിന്റെ സങ്കടങ്ങൾക്കപ്പുറം, നിന്റെ വേദനകൾക്കപ്പുറം ദൈവം നിന്റെ കൂടെ ഉണ്ടാകുമെന്ന പ്രത്യാശയുടെ പേരാണ് ലാളിത്യം, അല്ലെങ്കിൽ ലളിതമായ ദൈവത്തിന്റെ വചനം. ദൈവം കൂടെയുള്ളവനാണ് ദൈവത്തിന്റെ വചനം ലളിതമായിട്ട് തോന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിക്കോദെമോസിനെ കുറിച്ച്. ഈ മനുഷ്യൻ ഇരുട്ടിന്റെ മറവിൽ വന്നുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവം കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സാന്നിധ്യവും നിക്കോദെമോസിന് ഒരു ലളിതമായ ജീവിത രീതിയായിരുന്നു. ഈശോ ഒരിക്കലും പറഞ്ഞത് ഗഹനമായ ചിന്തകളല്ല. ഗഹനമായ ചിന്തകളാണെങ്കിൽ കൂടെയും ഇത് കഥകളിലൂടെയും ജീവിതാനുഭവത്തോടെ ഈശോ അവതരിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ദൈവത്തിന്റെ വചനം ഒരിക്കലും കാഠിന്യമുള്ളതല്ല. ഇതൊരിക്കലും നിന്നെ മുറിവേൽപ്പിക്കുന്ന ഭാഷയല്ല, നിന്നെ തോൽപ്പിക്കുന്ന ജീവിതാനുഭവത്തിന്റെ പേരുമല്ല. അതിനപ്പുറം ദൈവത്തിന്റെ വചനം ലളിതമാണ്. നിന്റെ തോൽവികളിൽ അവൻ നിന്റെ പുറകിലുണ്ട്. നിന്റെ വിജയങ്ങളിൽ അവൻ നിന്നെ കൈയടിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നിന്റെ പരാജയങ്ങളിലോ അവൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ഈ ദൈവത്തെ നമുക്ക് അനുഗമിക്കാം. ഒപ്പം തന്നെ ഈ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. ഈശോ അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നത്തെ വചനഭാഗത്തുണ്ട്. നീയും പോകാൻ ആഗ്രഹിക്കുന്നുവോ? നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. കാരണം നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഏവർക്കും അനുഗ്രഹമായൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ദൈവാനുഗ്രഹങ്ങളും.